വിനോദ് അപ്രതീക്ഷിതമായി തള്ളിയതിനെ തുടർന്ന് അപകടമുണ്ടായിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദിന്റെ സഹോദരിക്ക്. ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു. ഇതോടെ ഡോക്ടർമാർ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് എന്നും ഒരുറപ്പും ഈ കാര്യത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്നും അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഗോവിന്ദ് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നും ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഗീതുവും. ഇതേ തുടർന്ന് വിനോദിനു വേണ്ടി താൻ ക്ഷമ ചോദിക്കുന്നതായി ഗോവിന്ദിനോട് ഗീതു പറയുന്നുവെങ്കിലും അതൊന്നും കേൾക്കാൻ ഗോവിന്ദ് തയ്യാറാകുന്നില്ല. മാത്രവുമല്ല, രാധിക ഈ സമയം കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും ഗീതുവിനെതിരെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഗോവിന്ദാകട്ടെ തനിക്കെന്തായാലും വിനോദിനെ കാണണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഗോവിന്ദിനെ കാണുന്നതിനായി വിനോദ് എത്തുകയും കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞ് ക്ഷമ പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതൊന്നും താൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ പുതിയൊരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഗോവിന്ദിനെ തേടി. ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു കഴിഞ്ഞു എന്ന് അറിയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.